8ഉം 10ഉം വർഷം അറിയാവുന്ന ആൾക്കാർ തന്നെ കല്യാണം കഴിച്ചിട്ട് അതൊരു ഫെയിലിയറിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഈ ട്രാൻസ്പെറൻസി കുറവാണ്. നമ്മൾ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ വളരെയധികം പിന്നിലാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ആളുടെ അടുത്ത്, ഒരു കംഫർട്ടബിൾ ആകുന്നിടത്താണ് ഒരു സെക്ഷൽ അട്രാക്ഷൻസ് തോന്നുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ മഹേഷ്. ഇന്നിപ്പോൾ ഇത്രയും മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ ഇത്രയധികം ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അറേഞ്ച്ഡ് മാരേജ് ആയിക്കോട്ടെ, അതല്ല ലവ് മാരേജ് ആയിക്കോട്ടെ, ഇപ്പോൾ ആ ഒരു മാരേജിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതും എൻഡ് ആവുന്നത് ഒരു ഫെയിലിയറിലേക്കാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിവോഴ്സ് റേറ്റുകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഒരുപാട് അറിവുകൾ നമ്മൾക്കുണ്ട് എങ്കിൽ പോലും നമുക്കിപ്പം ലിറ്ററസി റേറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 100% നമുക്കുണ്ട്. എങ്കിൽ തന്നെ നമ്മൾ സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ വളരെയധികം പിന്നിലാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ലവ് മാരേജുകൾ, ഇപ്പം 8ഉം 10ഉം വർഷം അറിയാവുന്ന ആൾക്കാർ കല്യാണം കഴിച്ചിട്ടും അത് ഒരു ഫെയിലിയറിലേക്ക് വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് ദാമ്പത്യ ജീവിതത്തിലേക്കുള്ള കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മളുടെ ലൈഫിൽ നമ്മൾ പാലിക്കേണ്ട ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവും. അതായത് നമ്മളിപ്പം ഏതൊരു കാര്യവും പാർട്ട്ണറോട് ഓപ്പണായിട്ട് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 8ഉം 10ഉം വർഷം അറിയാവുന്ന ആൾക്കാർ തന്നെ കല്യാണം കഴിച്ചിട്ട് അതൊരു ഫെയിലിയറിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഈ ട്രാൻസ്പെറൻസി കുറവാണ്. അതല്ല എങ്കിൽ ഇപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ് പറയുന്നത്. നെഗറ്റീവ് സൈഡ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് എപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിച്ച് താമസിക്കാൻ ആരംഭിച്ച് കഴിയുമ്പോഴാണ് ഓരോരോ നെഗറ്റീവ് സൈഡ്സ് അല്ലെങ്കിൽ ആളുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഒരുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പല ദാമ്പത്യ ജീവിതങ്ങളും പരാജയത്തിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ആദ്യം തന്നെ നമ്മുടെ ശരീരം എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നോർമലായിട്ടുള്ള അനാട്ടമി, രണ്ടുപേരുടെയും അനാട്ടമി ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ലൈഫിലുണ്ടാക്കുന്ന ട്രാൻസ്പെറൻസി, അതായത് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ആൾക്കാരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറെ റിലേഷൻഷിപ്പുകൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം. സോ അത് ചിലപ്പോൾ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവാം. എന്നിട്ട് അത് വേണ്ട എന്ന് വെച്ചിട്ടായിരിക്കും അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് വരികിൽ ഉറപ്പായും അത് ഷെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു മൂന്നാമതൊരാൾ പറഞ്ഞറിയുന്നത് അത്ര നന്നായിരിക്കില്ല. പിന്നെയുള്ളത് ഡിസീസ് ഹിസ്റ്ററീസാണ്. ഇതിന് മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ, അതല്ല ഇപ്പം നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അത് ചെറുതോ വലുതോ എന്തുമായിക്കോട്ടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം പെൺകുട്ടികളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ളതാണ് PCOD പോലെയുള്ളതോ, ഫൈബ്രോയിഡ്സ് പോലെയുള്ളതോ, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉള്ള പ്രശ്നങ്ങൾ. സോ ഇതൊക്കെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാം, പലതരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാവാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലേക്ക് പല ആൾക്കാരും പോകുന്നൊരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ലൈഫിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതല്ല അത്യാവശ്യം. ലൈഫിൽ അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റുകളാവാം, പക്ഷേ ലൈഫ് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആവുന്നത് നമുക്കത് ലൈഫിലൊരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ അതൊരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. പകരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അഡാപ്റ്റേഷനുമാണ് ലൈഫിൽ അത്യാവശ്യമായിട്ട് വേണ്ടിയിരിക്കുന്നത്. ഒരാളും 100% പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. സോ ഈ ഒരു കാര്യം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഷെയർ ചെയ്യുക. ഇഷ്ടങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള താല്പര്യങ്ങളായിരിക്കാം. ഓരോരുത്തർക്കും അവരുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓരോ വിധത്തിലായിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർക്ക് അവരുടേതായ ചില ഗോളുകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അതിനുശേഷം മാത്രമേ ഫർദറായിട്ടുള്ള കുട്ടികളോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരൂ അങ്ങനെയുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർ തന്നെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഉറപ്പായും ഷെയർ ചെയ്യുക. കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഷെയർ ചെയ്യുക. അത് മാറ്റുന്നില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അത് ഷെയർ ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ ഉള്ളത് നമ്മൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, രണ്ടുപേരുടെയും ആ ഒരു പെർസെപ്ഷനും അണ്ടർസ്റ്റാൻഡിങ്ങും രണ്ട് തരത്തിലുള്ളതായിരിക്കും. രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വരുന്ന, രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന രണ്ട് പേരായിരിക്കും ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയം എടുക്കുമെന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇപ്പം നമ്മൾ പുരുഷന്മാരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവരിപ്പോൾ ഒരു പാർട്ണറായിട്ട് കണ്ടെത്തുന്ന ഒരാൾക്ക് സെക്ഷലി അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരാളോട് ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ.
എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ആളുടെ അടുത്ത്, ഒരു കംഫർട്ടബിൾ ആകുന്നിടത്താണ് ഒരു സെക്ഷൽ അട്രാക്ഷൻസ് തോന്നുന്നത്. സോ ഇത് രണ്ടുപേരിലും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. കേൾക്കുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും അത് രണ്ടും രണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ആ വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാര്യം അവരെ ഒരു കംഫർട്ടബിൾ സോണിലാക്കുക എന്നുള്ള കാര്യം. പിന്നെയുള്ളൊരു പ്രശ്നം സ്വാഭാവികമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൽ ഫാൻറ്റസീസ് ഒരു പരിധി വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള വീഡിയോസ്, ഇപ്പം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പലതരത്തിലുള്ള വീഡിയോ കാണുകയും ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കുകയും ഇത് ട്രൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നിടത്ത് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം അതിനകത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കും. ഇപ്പം നമ്മൾ സിനിമകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നായകൻ ഒരു കാറ് എടുത്ത് പൊന്തിക്കണു, അതല്ലെങ്കിൽ ഒരു ട്രെയിൻ പിടിച്ചു നിർത്തുന്നു, ഇതൊക്കെ ഒരു റിയൽ ലൈഫിൽ കാണുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നുകയും അതുപോലെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നുകയും ചെയ്യും. പക്ഷേ ഇതേപോലെ തന്നെ റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളൊരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ഭയാനകമായിരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന സെക്ഷൽ ഫാൻറ്റസീസോ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ഇത് റിയൽ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നിടത്ത് പ്രശ്നങ്ങൾ പല ദാമ്പത്യ ജീവിതത്തിലും സ്റ്റാർട്ട് ചെയ്യുകയും അത് പലതരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പരസ്പരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അതിപ്പം പേടികളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള കൺസേൺ ആയിക്കോട്ടെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഈ പറയുന്ന ഫിസിക്കൽ കോണ്ടാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാൻ രണ്ടുപേർക്കും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ബി യുവർ സെൽഫ്, നിങ്ങളായി തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരാൾക്ക് വേണ്ടി നമ്മളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു ഇമിറ്റേഷനായിപ്പോൾ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ അറിയാം. നമ്മൾ മോഹൻലാലിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാനും അദ്ദേഹം നടക്കുന്ന പോലെ നടക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ രണ്ടാമത്തെ മോഹൻലാൽ എന്ന് വിളിക്കില്ല, അദ്ദേഹത്തെ മിമിക്രി ആർട്ടിസ്റ്റ് എന്നേ വിളിക്കത്തുള്ളൂ. ഇതേ ഒരു ഡിഫറൻസ് നമ്മുടെ ലൈഫിലും ഉണ്ടാവും. നമ്മൾ മറ്റൊരാളായി അഭിനയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും അഭിനയം മാത്രമായി പോകും. സോ അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ്സ് ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഒരേപോലെ അഡാപ്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു മാരൈറ്റൽ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുക, ഇഷ്ടങ്ങൾ ഷെയർ ചെയ്യുക, അവരവരുടേതായ കൺസേണും പേടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ഈ പറയുന്ന ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ ഇത് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്.